വിചാരിക്കും ഇത്ര സ്നേഹമുള്ള കപ്പിൾസ് ആണോ ഇവരെന്ന്. പക്ഷെ ഒരു അടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് കണ്ടാ പറയോ ചേട്ടാ 2 ടോപ്പ് ചേച്ചിക്ക് വേണ്ടി എടുത്തു. പക്ഷെ ആ സമയത്ത് ചേച്ചി അവിടെ ഇല്ല, ചേച്ചി അപ്പുറത്തെ ഏതോ സ്റ്റോറി പോയിരുന്നു. ചേച്ചി തിരിച്ചു വന്നപ്പോൾ ആ ചേട്ടൻ സ്റ്റുഡിയോയില് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്നു. അവള് അങ്ങോട്ട് പോയി അങ്ങ് അടി തുടങ്ങി. എന്തിനാ ഡ്രസ്സ് എടുക്കണം, എനിക്ക് ഡ്രസ്സ് വേണ്ട, അതും ഇതും മറ്റേണെന്ന് മറിച്ച്. ഞാൻ വിചാരിച്ചൊരു അടി നടക്കുന്നു. പക്ഷെ വലിയതായിട്ട് അടിയൊന്നും നടന്നില്ല. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ സംഭവം ഇത് കൊച്ചു പിള്ളേരുടെ സൈസിനുള്ള ഡ്രസ്സാണ്. അതുവരെ ഈ മുതുക്കിയായ എനിക്ക് കറക്റ്റാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. എന്ത് ചെയ്യാനോ, ഒരു കാലം പോണ പോക്കേ. പിന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വാമിക്ക് 2-3 ഡ്രസ്സ് നോക്കാന്ന് വെച്ചു. പക്ഷെ അവൾ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ അങ്ങ് കൊണ്ട് ഇട്ടോ എന്നുള്ള പറച്ചിലായിരുന്നു ഓടിപ്പോയത്. പിന്നെ ചേച്ചിക്ക് ഡ്രസ്സ് മേടിച്ചിട്ടേ ഇറങ്ങി. ഇത് ഞങ്ങളുടെ വീട്ടിലെ അലക്സയാണ്, എന്ത് പണി പറഞ്ഞാലും ചെയ്യും. അത് കണ്ട് ഈ ഡ്രസ്സ് ഇനി അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം അവൾ ആ ലുലുമോള് മൊത്തം ഇതും കൊണ്ട്